Hi friends, Assalamualaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പെരുന്നാൾ തലേ ദിവസത്തായിരുന്നു. ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നത്തെ കുറച്ച് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. ചെറിയൊരു വ്ളോഗ് എന്ന് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഇഷ്ടമാവും. പിന്നെ രാവിലത്തെ ഫസ്റ്റത്തെ പണിയാണ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളം ഉണ്ടാക്കുക എന്നതാണ്. അതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ബാക്കിയുള്ളത് കൊണ്ട് ചായ ഉണ്ടാക്കുകയാണ്. രാവിലെ തന്നെ എല്ലാവരും ചായ കുടിക്കുന്നില്ല, ഞാനും ഉമ്മയും ചായ കുടിക്കും, പിന്നെ അനിയനും കുടിക്കും. പക്ഷെ എനിക്ക് എപ്പോഴൊന്നും വേണ്ട, ഇടയ്ക്ക് മതി. അപ്പോൾ ചായ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ളത് നേരത്തെ തന്നെ പരത്തിയ ഉടനെ തന്നെ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ചുട്ടെടുത്താൽ പെട്ടെന്ന് നമുക്ക് പൊള്ളച്ച് കിട്ടും. ഉമ്മ അവിടെ പരത്തുമ്പോൾ ഞാനിവിടെ ചുടുക, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊള്ളച്ച് കിട്ടും. എല്ലാവർക്കും അറിയുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർമാലിറ്റിക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പെരുന്നാൾക്കുള്ള ഫുഡ് റെഡിയാക്കുന്നത്. ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്, ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, ആണ് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. മക്കാട്ടിപ്പരോടെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അതിലേക്ക് കടക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാതും പെട്ടെന്ന് തന്നെ ഇതാക്കുകയാണ്. പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളതിലേക്കും ചില്ലിക്കുള്ളത് മാറ്റി വെക്കുകയാണ്. പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളതിലേക്കുള്ള മസാല കൂടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്കുള്ള ചിക്കൻ മസാല, പിന്നെ ഉപ്പ്, അങ്ങനെയൊക്കെ പിന്നെ കളറ്, പിന്നെ കുറച്ച് വെള്ളം ഒക്കെ ചേർത്തിട്ടുള്ള ഗ്രേവിയാണ്. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് ചിക്കനിൽ നല്ല മാഗ്നേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് വെക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഫ്രൈ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഓരോന്നും ഇട്ടെടുക്കുകയാണ്. നമ്മൾ ചട്ടിയിൽ കൊള്ളുന്നതേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ നേരത്തിൽ വെന്ത് കിട്ടില്ല. പിന്നെ ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ദമ്മിടുമ്പോഴും വേവും ആവി കളഞ്ഞിട്ട്. ഫുള്ളായിട്ട് വേവിക്കരുത്, കരിക്കരുത്. അത് സോഫ്റ്റാക്കി എടുത്താൽ മതി. നമുക്ക് എല്ലാ ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്കുള്ള മസാല കൂട്ടുകയാണ്. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയത്തെ കുറച്ച് എണ്ണയാണ് നമ്മൾ മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്, എന്നാലുള്ള ആ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ഇപ്പോൾ ഒരു കിലോ സവാള ഒക്കെ ഉണ്ടാവും എടുത്തിട്ടുണ്ടാകുക. 2 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്, കുറച്ച് കൂടുതൽ ബിരിയാണി വെക്കുന്നുണ്ട്, അതുകൊണ്ട് 1 കിലോ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വെച്ചിക്കായിരുന്നു. ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിക്കായിരുന്നു. നമുക്ക് വഴറ്റുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴഞ്ഞു കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, കാരണം നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് സവാള പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്, അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നെക്സ്റ്റ് ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു 4-5 തക്കാളി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. കുറച്ച് വലിയ തക്കാളി കേട്ടോ.
കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. തക്കാളി നല്ല പോലെ വഴഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒപ്പം ചേർത്തിക്കാണ്. ഇതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല അത് മിക്സിയിൽ ഇപ്പോൾ പൊടിച്ചത് കാരണമാണ് അങ്ങനെ ഇട്ടെടുത്തത് കേട്ടോ. നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചെടുക്കാം. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് അതിൽ ചേർത്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തെടുക്കണം. വേറെ അധികം പൊടികളൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഗരം മസാലയും ചേർത്തെടുക്കുന്നുണ്ട്. ചിക്കൻ മസാല അവൈലബിൾ ആണ്, ചിക്കൻ മസാല ചേർത്തെടുത്തോളൂ. അന്നുണ്ടാക്കിയത് കഴിഞ്ഞുകൊണ്ടാണ്. ഇനി വേറെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടിയും ചേർത്തെടുക്കണം. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാല ഉള്ളിയിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്തെടുക്കാൻ, അല്ലെങ്കിൽ ഫുള്ള് ഉപ്പിൻ്റെ കളിയായി പോവും. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചത് ചേർത്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നല്ലപോലെ മസാല അതിന് മേലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ആവിയിൽ. ചെറിയ തീ വേണം, ഓവറായ തീ അടിയിൽ പിടിക്കും. ഗ്യാസിന് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 5-10 മിനിറ്റ് വെക്കുക. ഇത് അടുപ്പത്തായതുകൊണ്ട് 5 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അതുകൊണ്ടാണ് 3/4 വേവ് മതി പറയണത് ചിക്കന്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള നെയ്ച്ചോറുക്കുള്ള ക്യാരറ്റും ഉള്ളിയാണ്, ഒന്ന് പൊരിച്ച് വെക്കാനുള്ള ഉള്ളിയത്. നമുക്കിതിൽ അരി ഒന്ന് അളന്നെടുക്കണം. അരി 2 കിലോനാണ്. പിന്നെ നമുക്ക് പാത്രത്തിൻ്റെ അളവാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ പാത്രത്തിൽ 2 പാത്രം, ഇത് പകുതിയുള്ളൂ, അപ്പോൾ അതിന് 2 പാത്രം ആക്കിയാൽ മതി. അളവെടുത്തിട്ട് തൊണ്ടയ്ക്ക് ഒരു കിച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ആണെന്ന് കേട്ടോ. പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്ച്ചോറിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പൊരിക്കാനുള്ളത് ഫസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് ഒരു ഉള്ളിയും ഒരു വലിയൊരു ക്യാരറ്റും എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെടുക്കണം. ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ കാഷ്യൂവും ഇട്ട് കൊടുക്കണം. കാഷ്യൂ ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ തന്നെ അതിലേക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, എണ്ണ എല്ലാം ചൂടായാൽ മതി, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നമ്മൾ കിസ്മിസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റണം. പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയ കുറച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്കും. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഒരു ഉള്ളിയും ഒരു ചെറിയൊരു തക്കാളിയും പിന്നെ പുതിനയും മല്ലിച്ചപ്പൂവും ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമെന്നറിയില്ല. പിന്നെ ജാതിപത്രിയും പിന്നെ സ്പൈസാണ് പട്ടയും ഗ്രാമ്പു ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഏലക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അരിയിലേക്കുള്ള വെള്ളം അളന്നെടുക്കുകയാണ്. ആ പാത്രത്തിൽ എത്രയാണോ വെള്ളം എടുത്ത് അതിന് ഡബിൾ ഇരട്ടി ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അതിന് മുമ്പ് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ ഉപ്പിടണം, കാരണം അരിയിലേക്ക് നമ്മൾ ഉപ്പിടണം, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒഴിച്ചാൽ കൂടുതലായി പോകണ്ട, വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ചോറിലേക്കുള്ള ക്യാരറ്റും മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും, കാരണം അടുപ്പ് നല്ല തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ആ ടൈമിൽ നമ്മൾ അടിച്ച് തുടക്കാനൊക്കെ പോയി.
വന്നപ്പോഴേക്കും കുറച്ച് ടൈമായിരുന്നു. അപ്പോഴേക്കും ഉമ്മ ദമ്മിട്ടു. ദമ്മിടുക പറഞ്ഞാൽ ആദ്യം ചിക്കൻ്റെ മസാല അടിയിൽ വെക്കുക, എന്നിട്ട് അതിന് മുകളിൽ ചോറ് വെക്കുക, എന്നിട്ട് കുറച്ച് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും കാഷ്യും കിസ്മിസും ഇടുക, എന്നിട്ട് മല്ലിച്ചപ്പും കുറച്ചിടുക, പുതിനയും, എന്നിട്ട് പിന്നെയും ഈ ലെയർ തന്നെ പിന്നെ ഇതിന് അസംബിൾ ചെയ്യുക. ചിക്കൻ, ചോറ്, പിന്നെ പൊരിച്ച് വെച്ചത്, പിന്നെ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് മിക്സ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നെയ്യ് ഒഴിക്കുക. ദമ്മിടാൻ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാപ്പോൾ വലിയ പ്രശ്നമില്ല തോന്നി, കാരണം എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ടാണ്. ഞാൻ വന്നപ്പോഴേക്കും ഇതാണ് അവസ്ഥ കേട്ടോ. എന്നെ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ കേട്ടില്ല, പണി തിരക്കായതുകൊണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ ബാക്കി വെച്ച നമ്മൾ നേരത്തെ ഇതാക്കാൻ വെച്ച പൊരിച്ച് വെച്ച ഇതുകൂടി ചേർക്കാം. ബാക്കിയുള്ളതാണത്. നമ്മൾ പഞ്ചസാര ചേർക്കാൻ മറക്കരുത്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ചേർക്കാറുണ്ടോയെന്നറിയില്ല, എന്നാലും ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കുക, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് കുറച്ചൊരാണ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മേലെ ഒരു പാത്രം വെച്ചിട്ട് ഒരു കനലിടാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഇതാക്കുമ്പോൾ വിളമ്പുമ്പോഴുള്ളൂ അതിന് മാറ്റുക. പിന്നെ കുറച്ച് നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അതിന് മുമ്പ് പായസം ഉണ്ടാക്കിയിരുന്നു ഉമ്മ. ഉമ്മക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ ഡെസേർട്ട് ഉണ്ടാക്കിയത്. ഞാൻ ഈ ഒരു ക്യാരറ്റ് മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയിരുന്നു. അപ്പം അതും പിന്നെ അടപ്രഥമനും ദം ബിരിയാണിയാണ് നമുക്ക് പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അയക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം, അവരോടും ഷെയർ ചെയ്യാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ദം ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.